അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഹാലോഅരീൻസിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഹാലോഅരീൻസ് കാണിക്കുന്ന കോമൺ ആയിട്ടുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഏതൊക്കെയാണ്? ഹാലോഅരീൻസ് അണ്ടർഗോ യൂഷ്വൽ ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ് ഓഫ് ദ ബെൻസീൻ റിംഗ്. ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ എക്സെട്ര. ഇത്തരത്തിലുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഒരു ഹാലോഅരീൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഹാലോഅരീനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഹാലോഅരീൻ? ബെൻസീൻ റിങ്ങിലേക്ക് ഒരു ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നു അല്ലേ? ഇത്തരത്തിലുള്ള ഒരു കോമ്പൗണ്ടുകൾ ഒരു ഫർദർ ആയിട്ടുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്ട്സ് ലഭിക്കുക? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഹാലോഅരീൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ക്ലോറോബെൻസീൻ പോലെയുള്ള ഹാലോഅരീൻസിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചറാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ബെൻസീൻ റിംഗ് അറ്റാച്ച് വിത്ത് ഹാലജൻ ആറ്റമാണ് ഹാലോഅരീൻ. ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കാണിക്കുന്ന റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഹാലജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ കാർബൺ ഹാലജൻ ബോണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ബെൻസീൻ റിങ്ങിലുള്ള പൈ ഇലക്ട്രോണുകൾ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ 4 റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഓർത്തോ പൊസിഷനിലും അതോടൊപ്പം തന്നെ പാരാ പൊസിഷനിലും മോർ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? It means that the further electrophilic substitution that takes place in the ortho position and para position more than the meta positions. ഈ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് നമുക്ക് മനസ്സിലാകുന്നത് ഇലക്ട്രോൺസ് കൂടുതൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഓർത്തോ പൊസിഷനിലും അതുപോലെ തന്നെ പാരാ പൊസിഷനിലുമാണ്. അതിനാലാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ഹാലോഅരീൻസിൻ്റെ ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആയിരിക്കും. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? ഹാലജൻ ആറ്റത്തിന് -I ഇഫക്റ്റ് ഉണ്ട് അല്ലേ? അതായത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, മൈനസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദേ ഹാവ് ദ ടെൻഡൻസി ടു വിഡ്രോ സം ഇലക്ട്രോൺസ് ഫ്രം ദ ബെൻസീൻ റിംഗ്. ബെൻസീൻ റിങ്ങിൽ നിന്നും കൂടുതൽ ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനാൽ ഈ ബെൻസീൻ റിങ് ഡീആക്ടിവേറ്റഡ് ആവുകയും അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ബെൻസീന് ഒരു മാറ്റവും ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഓർത്തോ പാരാ പൊസിഷനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. സാധാരണ ഒരു ബെൻസീൻ മോളിക്യൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെൻസീനേക്കാൾ കൂടുതൽ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ മാത്രമേ ഒരു ഹാലോഅരീനിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൻ്റെ ചില എക്സാമ്പിൾസ് കൂടെ പഠിക്കാം. ഹാലോഅരീൻസിൻ്റെ ആദ്യത്തെ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാലജനേഷൻ. എന്താണ് ഹാലജനേഷൻ? ഹാലോഅരീനിലേക്ക് ഹാലജൻ എന്ന ഒരു ഇലക്ട്രോഫൈൽ ആഡ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നത് ക്ലോറോബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. ക്ലോറോബെൻസീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ്. ഇവിടെ ക്ലോറോബെൻസീൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിലാണ്, അതായത് അൻഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ്. അൻഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ക്ലോറോബെൻസീൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 2 പ്രൊഡക്റ്റുകളാണ് തരുന്നത്. ഇവിടെ നോക്കൂ, ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോഫൈല് പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അതായത് 1,4-ഡൈക്ലോറോബെൻസീൻ. കോമ്പൗണ്ടിൽ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ക്ലോറിൻ ആറ്റത്തിന് പാരാ പൊസിഷനിൽ ക്ലോറിൻ ആറ്റം വന്ന് അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ ഒരു മേജർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള 1,4-ഡൈക്ലോറോബെൻസീൻ ഉണ്ടാകുകയും ചെയ്യുന്നു. കൂടാതെ ഇലക്ട്രോഫൈല് ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ക്ലോറിന് ഓർത്തോ പൊസിഷനിലും വന്ന് അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ 1,2-ഡൈക്ലോറോബെൻസീൻ എന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു.
അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത് ഒരു ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റും അതോടൊപ്പം തന്നെ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റുമാണ്. ഇതിലെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ മേജർ എന്ന് വിളിക്കുന്നത്? നമ്മൾ വേറെ കുറച്ച് ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുള്ള പോലെ തന്നെ പാരാ പ്രൊഡക്റ്റിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു സിമെട്രി ഉണ്ട്. അതായത് മുറിച്ചു കഴിഞ്ഞാൽ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്ന പ്രൊഡക്റ്റാണ് പാരാ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് ഹാവിങ് പെർട്ടിക്കുലർ സിമെട്രി. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫിറ്റ് ഇൻ ടു ദ ക്രിസ്റ്റൽ ലാറ്റൈസ്. ഈ ഒരു കാരണം കൊണ്ടാണ് മേജർ പ്രൊഡക്റ്റായിട്ട് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിട്ടുള്ള നൈട്രേഷനെ പറ്റി പഠിക്കാം. ഒരു ഹാലോ അരീനെ എങ്ങനെയാണ് നൈട്രേഷൻ സംഭവിക്കുന്നത്? നൈട്രേഷൻ സാധാരണയായി നടക്കുന്നത് ഒരു നൈട്രേറ്റിംഗ് മിക്സ്ചർ ഉപയോഗിച്ചിട്ടുകൊണ്ടാണ്. എന്താണ് ഈ നൈട്രേറ്റിംഗ് മിക്സ്ചർ? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സ്ചറിനെയാണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ക്ലോറോബെൻസീനെ നൈട്രേറ്റിംഗ് മിക്സ്ചറുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. Chlorobenzene is treated with a mixture of concentrated HNO3 and H2SO4. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. NO2 ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലും അതുപോലെ തന്നെ പാരാ പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള 2 പ്രൊഡക്റ്റുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. The para substituted product is considered as the major product and the ortho substituted product is the minor product. അതായത് ഇവിടെ 1-chloro-4-nitrobenzene എന്നത് മേജർ പ്രൊഡക്റ്റും 1-chloro-2-nitrobenzene എന്നത് മൈനർ പ്രൊഡക്റ്റുമാണ്. ഇങ്ങനെയാണ് ഹാലോ അരീൻസിൽ നൈട്രേഷൻ എന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് സൾഫോണേഷൻ എന്ന റിയാക്ഷനാണ്. എന്താണ് സൾഫോണേഷൻ? Sulfonation means the reaction with concentrated sulfuric acid. ഇവിടെ ഹാലോ അരീനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഒരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ക്ലോറോബെൻസീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഒന്ന് ഹീറ്റ് ചെയ്യിക്കുമ്പോൾ H2SO4-ലെ SO3H ഗ്രൂപ്പ് ക്ലോറിന് ഓർത്തോ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ ക്ലോറിന് പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടും 2 പ്രൊഡക്റ്റുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ക്ലോറോബെൻസീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഓൺ ഹീറ്റിംഗ് വി വിൽ ഗെറ്റ് 2 പ്രൊഡക്ട്സ്. ഈ 2 പ്രൊഡക്റ്റിനെയും ഒന്ന് ശ്രദ്ധിക്കൂ. ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബെൻസീൻ റിങ്ങിൽ ക്ലോറിനും SO3H ഗ്രൂപ്പും പാരാ പൊസിഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലേ? എങ്ങനെയാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര് സൂചിപ്പിക്കുക? ഇവിടെ ബെൻസീൻ റിങ്ങിൽ 2 സബ്സ്റ്റുവൻസ് വരുമ്പോൾ ക്ലോറിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് SO3H ഗ്രൂപ്പിനാണ്. അതുകൊണ്ട് തന്നെ SO3H ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റത്തിന് 1 എന്ന് പറയുന്ന നമ്പറും പിന്നീട് കോൺസിക്വൻ്റ്ലി നമ്പർ ചെയ്താൽ ക്ലോറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് 4th പൊസിഷനുമാണ് വരിക. അതായത് ഇതിൻ്റെ പേര് നോക്കൂ, 4-chloro-benzene സൾഫോണിക് ആസിഡ് എന്നതാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റാണ് മേജർ പ്രൊഡക്റ്റ്. മൈനർ പ്രൊഡക്റ്റിനെ ശ്രദ്ധിക്കാം. മൈനർ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ SO3H ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് 1st നമ്പർ, അതിനാണ് കൂടുതൽ പ്രയോറിറ്റി. പിന്നീടുള്ള കാർബൺ ആറ്റംസിനെ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ 2 ആണ്. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിൻ്റെ പേര് 2-chloro-benzene സൾഫോണിക് ആസിഡ്. ഈ കോമ്പൗണ്ട് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ഒരു മൈനർ പ്രൊഡക്റ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് സൾഫോണേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻസ് ആണ്. എന്താണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ? ഒരു അരൈൽ ഹാലൈഡോ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഒരു അസറ്റൈൽ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ലൂയിസ് ആസിഡ് ദാറ്റ് ഈസ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഈ ഒരു റിയാക്ഷനെയാണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ തന്നെ 2 തരത്തിലുണ്ട്. ആദ്യത്തേത് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ആണ്. രണ്ടാമത്തേത് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ. എന്താണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ നോക്കൂ.
ഒരു എക്സാമ്പിളായിട്ട് ഹാലോ അരീനായി കൺസിഡർ ചെയ്തിരിക്കുന്നത് ക്ലോറോബെൻസീനെയാണ്. ക്ലോറോബെൻസീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് മീഥൈൽ ക്ലോറൈഡ് CH3Cl ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഈ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായി CH3Clലെ ഇലക്ട്രോഫൈൽ ആയിട്ടുള്ള CH3 ഗ്രൂപ്പ് ക്ലോറോബെൻസീനിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ക്ലോറോബെൻസീനിലെ ക്ലോറിന് പാരാ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റാണ് മേജർ പ്രൊഡക്റ്റായി കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ CH3 ഗ്രൂപ്പ് ക്ലോറിന് ഓർത്തോ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യുന്നത് മൈനർ പ്രൊഡക്റ്റ് ആണ്. ഇവയുടെ പേര് എങ്ങനെയാണ് എഴുതുക, IUPAC നോമൻക്ലേച്ചർ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ആദ്യമായിട്ട് മേജർ പ്രൊഡക്റ്റിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ ക്ലോറിനും അതുപോലെ തന്നെ CH3 ഗ്രൂപ്പും ഒരു ബെൻസീൻ റിംഗിലെ സബ്സ്റ്റുവൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. ക്ലോറിൻ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിനാണ് കൂടുതൽ പ്രയോറിറ്റി. നമ്പർ ചെയ്യുമ്പോൾ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനാണ് ലോവസ്റ്റ് നമ്പർ വരേണ്ടത്. നമ്പർ ചെയ്ത് നോക്കൂ. ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ഫസ്റ്റ് നമ്പറും CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരുന്ന കാർബണിന് 4 എന്നുമാണ് ലഭിക്കുക. അപ്പം എന്താണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്? 1-chloro-4-methyl ബെൻസീൻ. പാരാ പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി മൈനർ പ്രൊഡക്റ്റിലേക്ക് കടക്കാം. CH3 ഗ്രൂപ്പ് ക്ലോറിൻ ആറ്റത്തിന് ഓർത്തോ പൊസിഷനിൽ ഇരിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ഇവയെ നമ്പർ ചെയ്യുക? ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനാണ് സ്മോളസ്റ്റ് നമ്പർ, അതായത് ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിന് ഫസ്റ്റ് നമ്പർ കൊടുക്കുന്നു. CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണിന് നെക്സ്റ്റ് നമ്പർ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് 1-chloro-2-methyl ബെൻസീൻ എന്നാണ്. ഈ ഒരു കൈൻഡ് ഓഫ് റിയാക്ഷൻസിനെയാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ ആണ്. എന്താണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ? ഒരു ഹാലോ അരീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് അസറ്റൈൽ ക്ലോറൈഡ് ഓർ ആസിഡ് anhydride in the presence of anhydrous aluminum chloride we will get the product. ഇവിടെ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക നോക്കൂ. അസറ്റൈൽ ക്ലോറൈഡിലെ CH3CO ഗ്രൂപ്പ് ആണ് ഇവിടെ ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മേജർ പ്രൊഡക്റ്റിൽ ക്ലോറിൻ ആറ്റത്തിന് പാരാ പൊസിഷനിൽ COCH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയും അത് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അടുത്ത പ്രൊഡക്റ്റിലോ COCH3 ഗ്രൂപ്പ് ക്ലോറിന് ഓർത്തോ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നതാണ് മൈനർ പ്രൊഡക്റ്റ്. ഇവയുടെ പേര് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ക്ലോറിൻ ആറ്റം ഉണ്ട്, അതുപോലെ തന്നെ COCH3 ഗ്രൂപ്പും സബ്സ്റ്റുവൻസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇവിടെ പ്രയോറിറ്റി ഓർഡർ കൺസിഡർ ചെയ്യുമ്പോൾ COCH3 ഗ്രൂപ്പിനാണ് മോർ പ്രയോറിറ്റി. അതിനാൽ COCH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണിന് ഫസ്റ്റ് നമ്പർ കൊടുക്കണം. പിന്നീട് നമ്പറിങ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കാണാം കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? 4-chloro-acetophenone. ഫോർത്ത് പൊസിഷനിലാണ് ക്ലോറിൻ വരുന്നത്. അതുകൊണ്ട് തന്നെ 4-chloro-acetophenone. ബെൻസീൻ റിംഗിൽ COCH3 അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനെയാണ് അസറ്റോഫിനോൺ എന്ന് വിളിക്കുന്നത്. മൈനർ പ്രൊഡക്റ്റിലേക്ക് കടക്കാം. ഇവിടെ COCH3ക്കാണ് മോർ പ്രയോറിറ്റി. കാർബൺ ആറ്റത്തിന് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം 2-chloro-acetophenone എന്നാണ് മൈനർ പ്രൊഡക്റ്റിൻ്റെ പേര് വരുന്നത്. ഈ റിയാക്ഷനെയാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതുവരെ ഹാലോ അരീൻസിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ.